എടാ ഒരു ഐഡിയ, നമുക്ക് ഇതുപോലൊരു പെട്ടിയുടെ എടുത്തിട്ടേ അത് മോഡിഫൈ ആയിട്ട് ഹൈലൈറ്റ്സ് ആക്കിയാലോ? അതൊരു നല്ല ഐഡിയ. ലുക്ക് സെയിമാ, എക്സ്പോക്കൊക്കെ ഇറക്കാം. ഇറക്കുകയും ചെയ്യാം. ഇവിടെ ഇച്ചിരി ഒന്ന് അടിച്ച് റെഡി ആക്കിയാൽ മതി. ഇച്ചിരി നീളം കൂട്ടും ചെയ്യണം. പോക്കോയിൽ ഇവിടെ ഇങ്ങനെ വെക്കാം. അങ്ങനെ എങ്ങനെയുണ്ട്? ലാഭമായിരിക്കും. 2025 അവസാനിക്കാൻ പോകുമ്പോൾ നിങ്ങൾ 2025 എന്തു നേടി? നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. 2025 അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾ രണ്ടുപേരും 2025 എന്ത് നേടി? പറയൂ. നിങ്ങളുടെ വോയിസ് ആണ്, പറ. കാണിച്ചെന്നാ മതി. കാണിച്ച അപ്പൊ തീറ്റയും കൂടി മാത്രമേ നടന്നുള്ളു. നിങ്ങളും മാത്രമേ ഉള്ളല്ലോ. അപ്പൊ ഒന്നേ എന്തുവാടോ നോക്കി വന്നൂടായോ? ഞാൻ നേരല്ലേ പോയി റോങ് സൈഡ് കയറിയാന്ന് വരുന്നേ. തനിക്കുന്ന കണ്ണ് കാണത്തില്ലയോ? സോറി ഏട്ടാ, ഞാൻ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. കുഴപ്പമില്ലാട്ടോ. എന്റെ ചെറിയ തെറ്റുണ്ട്. കുഴപ്പമില്ല. ഞാൻ അവിടുന്ന് കണ്ടായിരുന്നു ഇവനെ. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് 100, 110 വന്നത്. അവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞാണ് 100, 110 ഒരു പയ്യൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവിടുന്ന് ആര് വിളിച്ചു പറഞ്ഞു? അവിടുന്ന് ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഏത് പോയി? മൊബൈൽ ഒന്ന് കാണിച്ചു. ഫോണിന്റെ കോൾ ലിസ്റ്റ് എടുക്കാത്തിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. നീക്ക് ഞാൻ കാണിച്ചു തരാം. മോനെ 140 എന്ന് പറയുന്ന നമ്പർ കണ്ടിട്ടുണ്ടോ? നമ്പർ കണ്ടിട്ടുണ്ടോ? വോഡഫോണുകാർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല. അങ്ങനെ ഞാൻ വിളിക്കുന്നില്ല. അനാവശ്യ കോളൊന്നും ഞാൻ എടുക്കാറില്ല. അല്ല, വിളിച്ച് നമ്പർ തുറന്നു കാണിക്കുക. സ്ഥിരം പരിപാടിയാണ്. നമുക്ക് ഇങ്ങനെ വണ്ടി ഇടിക്കുമ്പോൾ സ്ഥിരം പരിപാടിയാണ്. CC കൂടി വണ്ടി ഒന്നും പറയുന്നില്ല. നമുക്ക് ഒരു കാര്യം ഇത് കോംപ്രസ് ആയിട്ട് നിങ്ങൾ കോംപ്രമൈസ് കോംപ്രസ് വിളിച്ച നമ്പർ മോനെ രാവിലെ ആയപ്പോ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. വിളിക്കും. അത് കഴിയുമ്പോ നമ്പർ എടാ നിനക്കൊക്കെ നാണം ഉണ്ടോടാ? 2 പിള്ളേര് വണ്ടി ഇടിച്ചെന്നും പറയും കോംപ്രമൈസ് ഉണ്ടാക്കാൻ വരുമ്പോ അതിന്റെ ഇടയിൽ കിടന്ന് വരകുന്ന ഈ ചെറുക്കന് അവിടുന്ന് ഒരു പതുക്കെയാ വരുന്നത്. എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു തന്നേ. നീ എവിടെ പോയിരുന്നടാ? ജോലിക്ക്. നിനക്ക് എത്ര മണിക്കാ പറഞ്ഞടാ? 9 മണി. 9 നീ ഇവിടെ പോയിരുന്നു പാല് മേടിക്കാൻ. നിനക്ക് രാവിലെ കടയിൽ പോട്ടാ പ്രശ്നം ഒരു പ്രശ്നം ഇല്ലാത്തടത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നോളൂ ഓരോരുത്തന്മാര്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? എടാ കുഴപ്പമൊന്നുമില്ല. ഈ കണ്ണിന് വലിയ കുഴപ്പമില്ലെങ്കിലേ ഈ കണ്ണാടിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനാ. എന്തോ ഒരു ചെറിയ വളവ് വന്ന പോലെ കണ്ണാടിയെ കാണുന്നുണ്ടല്ലോ. എടാ എന്തുവാടാ നിനക്ക് പ്രശ്നം? ഈ കണ്ണാടി എന്തോ ഒരു വല്ലാത്ത തൊട്ട്. എന്ത് കണ്ണാടി തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തുവാടാ ഇത്? നിന്റെ കണ്ണാടി വേണ്ട. അയ്യോ കണ്ടിക്കളഞ്ഞ എന്റെ കണ്ണാടി. എടാ നീ എന്തോടാ കാണിച്ചേ? കണ്ണാടി എടുത്ത് കളഞ്ഞു. ഞാൻ കിണറ്റ് എറിഞ്ഞ കണ്ണാടി കിണറ്റിന് ഇട്ടാണല്ലോ. എങ്ങനെ മണ്ടക്കൂടെ വന്നു? ആ വളവൊക്കെ പോയടാ. എത്ര പുതിയ കണ്ണാടിയുടെ റൂട്ട്? എത്ര? 2. എടാ നിങ്ങൾ ഈ കണ്ണട യൂസ് ചെയ്യാറുണ്ടോ? ഇല്ലടാ. അപ്പൂപ്പനെ ഇത് വീണാ മരിച്ചേ. അതിനുശേഷം യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ അപ്പൂപ്പന്റെ ആത്മാവ് ഈ കിണറ്റിലുണ്ട്. ഈ മാജിക്കൽ വിദ്യയൊക്കെ പുള്ളിയെ കാണിക്കുന്ന ഇതിപ്പോ ഒരു സാധാരണ കിണറല്ല, ഒരു മാജിക്കൽ കിണറാ. ഇതിനകത്ത് എന്തിട്ടാലും അത് ശരിയായിട്ടേ നമ്മുടെ വരത്തുള്ളൂ. നിന്റെ അപ്പൂപ്പൻ അത് ശരിയാക്കി നമുക്ക് മണ്ടക്കൂടെ തിരിച്ചു വരും. എന്റെ പൊന്നളി, എന്റെ അപ്പൂപ്പനാണെങ്കിൽ അങ്ങനെ നശിപ്പിച്ചേ ശീലമുള്ളൂ. ഈ കാണുന്ന വസ്തു ഇല്ല അങ്ങനെ വിറ്റ് നശിപ്പിച്ച അപ്പോഴാ നിന്റെ മാജിക്ക്. ശരിക്കും നിന്റെ അപ്പൂപ്പൻ എങ്ങനെയാ മരിച്ചേ? പ്രായമായിട്ട് എന്റെ കുന്തളിപ്പം കൊണ്ട് മാറുന്നല്ലോ. കഴപ്പ് തന്നെ. തെക്കേലെ 10 ഏക്കർ വസ്തു കൂടെ വിൽക്കണം. ഈ കപ്പ് ഞാൻ ഇന്ന് ശരിയാക്കും. എടാ കപ്പിക്കട, ഇത് ഞാൻ ഇന്ന് ശരിയാക്കും. എടാ ചുമ്മാ ഓരോ കഥ ഇറക്കല്ലേ. എടാ ഇത് ഉള്ളതാ. പല ഇംഗ്ലീഷ് സിനിമയിലാണ് എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് അപ്ലിക്കബിളാ. പിന്നെ സംശയമുണ്ടോ? ഇതിനകത്ത് കേടായി എന്തിട്ടാലും ശരിയാക്കി കിട്ടും. കാണിച്ചു തരാം. വാ. നിന്നെ കണ്ട അമ്മ തെറി വിളിക്കും. ചുമ്മാ അമ്മേ. അയ്യോ എന്റെ മോനെ നശിപ്പിക്കുന്നവൻ വന്നോ? ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. എന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ? വാ തുറക്കരുതെടാ കാലാ. താങ്ക് യു അമ്മേ.
ഇതായിരുന്നു എനിക്ക് വേണ്ടേ. മൊത്തം പറക്കിയെടുത്തു. എല്ലാ പീസും ഉണ്ടല്ലോ. ആ പൊട്ടിയ ഗ്ലാസ്സില്ലേ ഇവിടെ ഇത്? ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് പറയാൻ നടുവിന് പ്രശ്നമോ? ആ നടക്കത്തില്ല. റെഡിയാക്കി തരാം, ഇപ്പൊ റെഡിയാക്കി തരാം. വിശ്വാസമായോ? ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു കലക്ക് കലക്കണം. ഗായ്സ്, നിങ്ങളുടെ കയ്യിൽ പൊട്ടി എന്തെങ്കിലും ഉണ്ടോ? അത് റെഡിയാക്കണോ? എങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൊടുത്താൽ മതി, ഞങ്ങൾ റെഡിയാക്കി തരും. ചേട്ടാ, പൊട്ടിയ ബിൽഡിംഗ് നമ്മൾ റെഡിയാക്കത്തില്ല കേട്ടോ, കാരണം അത് കുഴിക്കകത്ത് പോകത്തില്ല. കുഴിയല്ല ഏട്ടാ, അത് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല കേട്ടോ. ചേട്ടാ, ചെറുത് എന്തെങ്കിലും കൊണ്ടോ കേട്ടോ. ഓ ആ എന്താ പിന്നെ പൊട്ടിയതൊക്കെ റെഡിയാക്കുന്ന ഏട്ടൻ. പൊട്ടിയെന്ന് നമ്മൾ റെഡിയാക്കും അല്ലേ? പറഞ്ഞു. ആ എന്റെ ഹൃദയം പൊട്ടിയേട്ടാ, അവളൊന്ന് തേച്ച് ഏട്ടാ, ഒന്ന് റെഡിയാക്കി തരൂ. മോനെ, അത് റെഡിയാക്കാൻ പറ്റില്ല. നീ എന്തൊരു ഒബ്ജക്റ്റ് അങ്ങനെ പറയരുത് ഏട്ടാ, ഏട്ടൻ റെഡിയാക്കി തരണം ഏട്ടാ. ഏട്ടാ അല്ല, അത് ഏട്ടാ, ഹൃദയം ലവറുടെ പേര് തരുന്നു. അജ്മൽ ഖുറൈശി. ആ, ഇത് വേറെ റെഡിയാ. വാ ഏട്ടാ, പൊട്ടിയത് റെഡിയാക്കി താ ഏട്ടാ. ഏട്ടാ ഏട്ടാ എന്നാട്ടാ ബ്രഷ് ഇടാക്കിയിട്ടുണ്ട്. ആ ഫുള്ള് പുതിയ പോലെ ഇരിപ്പുണ്ട്. എന്നാ പിടി പോ. ആ ചേട്ടാ 500. ആ പിള്ളേരെ, നിങ്ങൾ എല്ലാവരുടെയും റെഡിയാക്കി കൊടുക്കത്തില്ലയോ? ആ എനിക്കെന്താ ഒന്നും റെഡിയാക്കി തരാത്ത? ഒന്നില്ലല്ലോ ഇവന്റെ അമ്മയില്ലേ ഞാൻ. ആ ഇതാണ് റെഡിയാക്കണ്ടേ? അയ്യോ, എന്റെ കാലം. എടാ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. നോക്കിക്കോ, ചുമ്മാ ഞങ്ങൾ പൊട്ടിയല്ല വാരിട്ട് റെഡിയാക്കി തരാം. ഇപ്പൊ റെഡിയാക്കി തരാം. പറക്കെടുത്തിട്ട് റെഡിയാക്കും. പോടാ അവിടുന്ന്. എല്ലാമേ റെഡിയാക്കി തരാം. ആ മതി, റെഡിയാക്കണിയൊക്കെ കൊറേ. ഷർട്ട് ഒന്ന് തയ്ച്ചാടാ. പുതിയത് പോലെ ആക്കിയിട്ടുണ്ട്. പിടി. ഓ താങ്ക് യു ഏട്ടാ, അവളെനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന. ആ താങ്ക് യു. ഓ ശരി ശരി. ഡേ, ഇന്നത്തെ വർക്ക് കഴിഞ്ഞോ? ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. എടാ, എൻ്റെ മുഖത്തൊക്കെ ഇച്ചിരി ചുളിവും കുരുവൊക്കെ വന്ന് പൊട്ടിയിരിക്കുന്നു. ഇതൊന്ന് റെഡിയാക്കാൻ പറ്റുമോ? ഓ ഓ ഓ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങും. ആ. മണ്ടക്കൂടെ ഞാൻ വരും. ഓക്കെ, നീ ഇറങ്ങ്, ഞാൻ മണ്ടയ്ക്കൊന്ന് പിടിച്ചോളാം. പിടിച്ചോണേ. ഓക്കെ, പോയിട്ട് വരൂ മോനെ. എടാ, പിന്നെ ഒന്ന് നല്ലപോലെ പിടിച്ചങ്ങനെ തന്നെ. താഴെ ചിലപ്പോ വീഴും കേട്ടോ. ആ വരട്ടെ വരട്ടെ. ഇതെന്തോ അവൻ ചാടിയപ്പോ കുഞ്ഞാവെന്നുള്ളേ. അബുവ, ഇതെന്താ ഇത്? മോനെ, ശരിയാക്കി തരുമെന്ന് പറഞ്ഞത് എന്തു വസ്തു ഇതിലിട്ടാലും അതിന്റെ ആദ്യത്തെ രൂപത്തിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ ഇതിനെ ഞാൻ വളർത്തണമല്ലേ? ഓടാ കരയാളത്തേണ്ടി.